നമുക്കറിയാം ഇഗോർ ചിമാഷ് പടിയിറങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം വിവാദങ്ങൾ ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് നേരം മുമ്പ് നമ്മുടെ ഇഗോർ ചിമാഷ് ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രാക്ഷൻ വെച്ചിരുന്നു. ആ ഒരു ഇൻട്രാക്ഷനെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് 1-2 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കുറേ അധികം കാര്യം പറഞ്ഞിരുന്നു, 1-2 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി വരും വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് IM വിജയനെ കുറിച്ചാണ്. അതായത് IM വിജയൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, കൺട്രിയുടെ ഒരു ലെജൻഡാണ്. പക്ഷേ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം വലിയൊരു പരാജയമാണെന്നാണ് നമ്മുടെ ഇഗോർ ചിമാഷ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കസേര അദ്ദേഹത്തിന് ചേരില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് എനിക്കും തോന്നിയൊരു കാര്യമാണ്. അതായത് IM വിജയൻ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോളർ ഒരാളാണ്. പക്ഷേ ഒരു ചെയർമാൻ എന്ന രീതിയിൽ അതിന് ഇരിക്കാൻ പറ്റിയൊരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയണം. കാരണം കുറേ അധികം ഡിസിഷൻസ് അവിടെ എടുക്കുകയാണ്. ടെക്നിക്കൽ പരമായിട്ടും അല്ലാത്ത രീതിയിലും കുറേ അധികം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട നോളജ് വേണം. IM വിജയൻ നോളജ് ഇല്ല എന്നല്ല പറയുന്നത്. ഫുട്ബോൾ കളിക്കുന്നത് വേറെ, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് അത് അങ്ങനെയുള്ള കാര്യങ്ങളുടെ നോളജ് വേറെയാണ്. സോ അത് വേണ്ടൊരു വ്യക്തി അവിടെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ IM വിജയന് ചേർന്നൊരു കസേരയാണെന്ന് എനിക്ക്, ചെയർമാൻ ആ ഒരു രീതിയിൽ ഇരിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഒരാളാക്കാം അദ്ദേഹത്തെ, ബട്ട് ഒരു ചെയർമാൻ എന്ന രീതിയിൽ ഇരിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മറ്റാരെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇഗോർ ചിമാഷ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണും പൂട്ടി പറഞ്ഞ കാര്യമൊന്നുമല്ല. അദ്ദേഹം, അതായത് IM വിജയൻ കുറേ അധികം ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വേറെ പലരും അതിനകത്ത് ഇൻവോൾവായി അവരുടെ ഡിസിഷൻസാണ് അവരെ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. IM വിജയൻ ഒരു ചെയർമാനായിട്ട് പോലും അതിൻ്റെ ഡിസിഷൻസ് ഒന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പറയുന്നൊരു കാര്യമുണ്ട്, അത് പക്ഷേ അദ്ദേഹമായിട്ടൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വോയിസ് ഉള്ളതും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതും കുറച്ചുകൂടെ ഇംഗ്ലീഷും ലാംഗ്വേജസൊക്കെ കുറച്ചുകൂടെ നല്ല ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഒരു പൊസിഷനിലേക്ക് വരുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.